സന്ധ്യയുടെ അമ്മ അല്ലിയാണ് ഇക്കാര്യം പറയുന്നത്. അതായത് ഈ സന്ധ്യയ്ക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഒരു ബുദ്ധിവളർച്ച ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചുള്ള പരിശോധന നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടത്തി. ആ പരിശോധനയിലാണ് 35 വയസ്സ് ഉണ്ടെങ്കിൽ പ്രായമുണ്ടെങ്കിൽ 19 വയസ്സിൻ്റെ ബുദ്ധിവളർച്ച മാത്രമേ സന്ധ്യയ്ക്കുള്ളൂ എന്നൊരു സർട്ടിഫിക്കറ്റ് നൽകി എന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ വളരെ നോർമലാണ്. അതിനപ്പുറത്തേക്ക് മാനസിക പ്രയാസങ്ങളൊന്നുമില്ല, അങ്ങനെ മാനസിക വൈകല്യങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് സന്ധ്യയുടെ കുടുംബം വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭർത്താവ് മർദ്ദിക്കുമായിരുന്നു, ഒരു കാര്യവും സന്ധ്യയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയില്ലായിരുന്നു എന്നൊക്കെ ഈ സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ പ്രധാനമായും ഈ വിഷയത്തിൽ ഒരു പുതിയൊരു വിവരം അവർ പങ്കുവെക്കുന്നത് ഈ സന്ധ്യയ്ക്ക് മാനസിക വളർച്ച, പ്രായത്തിനനുസരിച്ചൊരു മാനസിക വളർച്ച അല്ലെങ്കിൽ ബുദ്ധിവളർച്ച ഇല്ല എന്നുള്ള കാര്യത്തിനൊരു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ മാർച്ച് മാസം ഡോക്ടർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയെ, ഞാൻ അരുണിലേക്ക് വരാം. ശ്യാം പ്രസാദ് ഇപ്പോൾ തുടരുന്നുണ്ട്. ശ്യാം, അരുൺ ശങ്കർ പങ്കുവയ്ക്കുന്ന വിവരം അതാണ്. സന്ധ്യയുടെ അമ്മ അല്ലി പറയുന്നത് 35 വയസ്സാണ് പ്രായമെങ്കിലും 19 വയസ്സിന്റെ ബുദ്ധി മാത്രമേ സന്ധ്യയ്ക്കുള്ളൂ എന്ന് സർട്ടിഫിക്കറ്റായി ഡോക്ടർ നൽകിയിട്ടുണ്ട് എന്നാണ്. ശ്യാം, അത്തരമൊരു സർട്ടിഫിക്കറ്റ് ആണോ എന്നത് സംബന്ധിച്ചും ഈ പറയുന്ന നിലവിൽ അത്തരമൊരു സർട്ടിഫിക്കറ്റ് ആണോ എന്നത് സംബന്ധിച്ച് ഈ പറയുന്ന സുഭാഷിനത് വ്യക്തതയില്ല. സുഭാഷ് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഇല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് സുഭാഷും ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും ഈ വീട്ടിൽ സുഭാഷുമായിട്ടോ മറ്റോ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളുമായിട്ടോ ഏതെങ്കിലും തരത്തിൽ സന്ധ്യയ്ക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന കാര്യം സുഭാഷ് ഉറപ്പിച്ചും പറയുകയും ചെയ്യുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഉറപ്പിച്ച് പറയുന്നത്. പക്ഷെ 19 വയസ്സിന്റെ ബുദ്ധിയാണ് 35 വയസ്സിലും സന്ധ്യയ്ക്കുണ്ടായിരുന്നതെന്ന് പറയുന്നു. കുട്ടികളെ ഉപദ്രവിക്കുമായിരുന്നു എന്ന് പറയുന്നു. പരാതി നൽകി ഇതിനെപ്പറ്റി കൗൺസിലിംഗ് നടത്തിയെന്ന് പറയുന്നു. അങ്ങനെ അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു ശ്രദ്ധ ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് സന്ധ്യയുടെ മേൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ശ്യാം, അതായത് ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഇവരോടൊക്കെ ഈ കുട്ടികളോടും മറ്റുമൊക്കെ കാര്യമായിരുന്നു എന്ന് തന്നെയാണ് സുഭാഷ് വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ കുട്ടികളുമായിട്ട് ഈ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് സുഭാഷ് ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് നിരന്തരമായിട്ട് വിളിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. കൂടാതെ പ്രധാനമായിട്ടും ഈ സന്ധ്യ വീട്ടിലേക്ക് പോകുമ്പോഴും ഈ മക്കളുമായിട്ട് ചെന്നില്ല എങ്കിൽ ആ രീതിയിൽ അച്ഛൻ വഴക്ക് പറയുമായിരുന്നു. കൂടുതലും ഈ സന്ധ്യയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അമ്മയും സന്ധ്യയുടെ ചേച്ചിയുമാണ് എന്നതാണ് സുഭാഷ് അല്പം മുമ്പ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ അവരുടെയൊക്കെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കാം ഇന്നലത്തെ ആ ഒരു സംഭവം ഉണ്ടായതെന്ന് പോലും സുഭാഷ് സംശയിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇനി പോലീസാണ് കണ്ടെത്തേണ്ടത്. എന്താണ് ആ കാരണം എന്നടക്കമുള്ള ആ സംഭവവികാസങ്ങൾ. നിലവിലിപ്പോൾ സുഭാഷ് പ്രധാനമായിട്ടും കുറ്റപ്പെടുത്തുന്നത് ഈ സന്ധ്യയുടെ വീട്ടുകാരായിട്ടുള്ള ഈ വീട്ടിലെ ഈ അമ്മയും അതോടൊപ്പം തന്നെ ഈ ചേച്ചിയുമാണ്. ഇവർ രണ്ടുപേരുമാണ് പല കാര്യങ്ങളിലും ഇത്തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും സന്ധ്യയെ പിന്തിരിപ്പിക്കുന്നത് എന്ന കാര്യം കൂടിയാണ് സുഭാഷ് അല്പം മുമ്പ് നമ്മളോട് പങ്കുവച്ചത്.